എന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ, ദീപമായിടണേ, ദീപമായിടണേ. All of you, Jai Hind. Flag salutation. Lions, attention. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us shoulders one's responsibilities as a good citizen. Its history, written in letters of gold, inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add to its leisure and glory and make it fly proudly aloft in the Committee of Nations. Jai Hind, Jai Lions. Thank you. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മയിൽ ലയൺസ് ക്ലബിന്റെ അധ്യക്ഷ പ്രസിഡന്റായിട്ടുള്ള ശ്രീ എ കെ രാജ്മോഹൻ സാർ പ്രയത്നിച്ച വ്യക്തിയാണ്. രാജ്മോഹൻ സാർ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് റെസ്പെക്റ്റഡ് സെക്കൻഡ് PDG ലയൺ PS MJF അതിന് ഈ ഗോള് PSG സെറ്റ് ചെയ്ത് അത് നടപ്പിലാക്കുവാൻ വേണ്ടി എല്ലാ അംഗങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയും PSG കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനവും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ മുദ്രാവാക്യമായ വി സർവ് എന്ന ഉയരത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് അവശതി അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് സർവീസായിട്ടും സെൽഫ് സർവീസും ക്ലബിന്റെ കമ്മിറ്റ്മെന്റ് കമ്മ്യൂണിറ്റി എന്താണ് ആവശ്യപ്പെടുന്നത്, സമൂഹം എന്താണ് ആവശ്യപ്പെടുന്നത് കണ്ട് ആ പ്രവർത്തനങ്ങളിലും മുഴുകുവാൻ PSG കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന PSG ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന PSG അത് കൂടുതൽ ഊർജം പകരുകയുള്ളൂ. ഡി കാറ്റഗറിയിൽ 1ാം സ്ഥാനത്തേക്കും ക്ലബ്ബ് 3180 സ്റ്റാറ്റസിൽ ഇനിയും ഒരു 5ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതുതായി വരുന്ന ക്ലബിന് PSG എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ അധ്യക്ഷ സ്ഥാനം ഞാൻ സ്വീകരിക്കുന്നു. 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ ജൂലൈ മാസം 1924 ജൂലൈ മാസം 1-ാം തീയതിയിലെ ടേക്ക് ഓഫ് ടു ടേക്ക് ഓവർ പദ്ധതിയിൽ ഹങ്കർ പ്രൊജക്ട്, ഡോക്ടറെ ആദരിക്കൽ, എൻവയോൺമെൻറ്റ് പ്രൊജക്ട്, രക്തദാനം, CA ആദരിക്കൽ എന്നിവ മെമ്പർമാരുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പഞ്ചായത്ത് മെമ്പർ ശ്രീ EM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡൻഷ്യൽ അക്കാദമിയിൽ പ്രസിഡന്റ് ലയൺ രാജ്മോഹൻ MJF പങ്കെടുത്തു. RLLA ട്രെയിനിങ്ങിൽ
നമ്മുടെ ക്ലബിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് AK രാജ്മോഹൻ, IPP PK നാരായണൻ എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. വേളം വായനശാലയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സൈബർ സെക്യൂരിറ്റി ക്ലാസ് മയ്യിൽ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ PC സഞ്ജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നവംബർ 14 പീസ് പോസ്റ്റർ മത്സരം സംഘടിപ്പിച്ചു. നവംബർ 14 പ്രമേഹ ദിനത്തിൽ പ്രമേഹ ബോധവൽക്കരണ റാലി നടത്തി. 17-24 കോറളായി GLPS വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റോൾ ചെയ്തു കൊടുത്തു. 17-24 DG വിസിറ്റ് നടന്നു. ക്ലബിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയ ബഹുമാനപ്പെട്ട DG ലൈൻ KV രാമേന്ദ്രൻ PMJF മറ്റു നേതാക്കളും ക്ലബിൻ്റെ പ്രവർത്തനത്തെ ശ്ലാഘിച്ച് സംസാരിച്ചു. Various courses conducted by IS International such as RLLI from Cochin, ALLI graduation from Colombo, Sri Lanka in 2018, FDA graduation from Cochin in 2022. He became club president in 2015-16, zone chairperson in 2016-17, district cabinet secretary in 2018-19, additional cabinet secretary for drug awareness in 2019-20, district GLT2 coordinator in 2020-21, additional cabinet secretary for COVID rehabilitation in 21-22, district chief coordinator for club excellence and quality meetings in 2022-23. Last dynastic year, he was district secretary reporting international and district. This year, he is district secretary for club coordination and district coordinator for Guiding Lions program. He bagged many awards in district, multiple and international. He received honor distinction medal from international president this year. Received international president's gold medal in 2018-19. International president's excellence medal. Received international president's certificate of appreciation 6 times. District Lion of the Year on 2018-19. Multiple Lion of the Year in 2018-19. Best cabinet secretary of the multiple. District Governor's Gold Medal in 2018-19. There are few. He received innumerable awards from our district during his lioness journey. He conducted ISA-ME level leadership program, which was well appreciated by many international leaders. He was elected as our second VDG for 2025-26 in last convention with thumping majority. About his family, wife Lion Redu and blessed with 2 children, Gaudami Suraj studying for BCom final year and Ujjwal Suraj for BCom first year in Dasagiri College, Calicut. With these words, we are proudly present before you today's chief guest, Lion P.S. Suraj MDM, to this gathering. 30 acres to start. That's it. Presiding officer, Lion Rajmohan MJF, Region Chairperson Lion Ravin Kundal MJF, District Chief Coordinator for White Cane, Lion Narayanan MJF, Secretary Radhakrishna, Treasurer Lion Premrajan, Secretary Elect Lion Subhash, Treasurer Elect Lion Gobinathan, visiting past Cabinet Secretary Lion Mohan Nadia, leaders of Lions Club of Mile, family members, invited guests, and my dear fellow Lions. Very good evening to you all first of all, and thank you very much for inviting me to the third installation ceremony of Lions Club of Mile. I am very much delighted standing here, sir. Thank you very much. I thank the entire team of office bearers of Lions Club of Mile. Also, I salute our Lion TV Radhakrishnan for a big flag salutation. It was excellent. Overall, it's the first time ഒരു വലിയൊരു പ്രോഗ്രാമിന് ദാറ്റ് മീൻസ് ഒരു സെറിമോണിയൽ ഫംഗ്ഷന് മൈലിലേക്ക് വരുന്നത്. ഇതിന് മുന്നേ ഓറിയൻറ്റേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓണം സെലിബ്രേഷനിലെ ആ ഓണം സെലിബ്രേഷൻ പ്രോഗ്രാമിലായിരുന്നു. ഇറ്റ് വാസ് എക്സലൻറ്റ്, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു അത്. നമ്മുടെ സെക്രട്ടറി റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ വായിച്ചു കേട്ടു. വളരെ നല്ല രീതിയിൽ ഈ 3 വർഷം നമ്മുടെ മൂന്നാമത്തെ വർഷം ഈ ക്ലബ്ബ് പോകുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 2018 തുടങ്ങിയ നായാട്ടുപാറ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ക്ലബ്ബാണ് ഇത്. അതായത് ചാർട്ടർ പ്രസിഡൻ്റായ നാരായണൻ സർ വളരെ നല്ല രീതിയിലാണ് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ സെയിം പാതയാണ് നമ്മുടെ രാജ്മോഹൻ സാറും പിന്തുടരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാരായണൻ സാറിനെ ഒരു ബിഗ് സല്യൂട്ട് സർ. ഇത് എപ്പോഴും ക്ലബിൻ്റെ കൂടെ ചാർട്ടർ പ്രസിഡന്റ് അങ്ങനെയായിരിക്കണം. ത്രൂ ഔട്ട് നമ്മൾ എത്ര കാലം ഈ ക്ലബ്ബ് നിൽക്കുന്നു അത്രയും കാലം സാർ ഈ ക്ലബിന് നെടുത്തൂണായിട്ട് തന്നെ ഉണ്ടാവും. ഐ ആം ഷുവർ യു വിൽ ബി ദ. കാരണം അദ്ദേഹം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. I also take this opportunity to outgoing President, Secretary and Treasurer and entire board of directors. ഈ വർഷം ചെയ്ത ആക്ടിവിറ്റീസ് എക്സലൻറ്റ്
ഡിസ്ട്രിക്റ്റിൽ തന്നെ 17ാം സ്ഥാനത്ത് നിങ്ങൾ റാങ്കിങ് സെക്കൻഡ് റാങ്ക്. അതൊന്നും ചെറിയ കാര്യമില്ല. കാരണം 164 ക്ലബ്ബുകളിൽ 17ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇസ് ബിഗ് അച്ചീവ്മെന്റ്. ഈ കൈഡി നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. നല്ല കൈഡി നിങ്ങൾക്ക് തന്നെ കൊടുക്കും. ഈ കൈഡി എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്കുള്ള പ്രചോദനമാണ്. ഈ 17 എന്നുള്ളത് ടോപ്പ് 10ലേക്ക് വരാനുള്ള ഒരു പ്രചോദനമാണ് ഈ കൈയടി. അത് വരാൻ പോകുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. നമ്മുടെ പ്രസ്ഥാനം 107 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ 4ാമത് ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റാണ് നമ്മളെ ലയൺസ് ഇന്റർനാഷണൽ തലപ്പത്ത് വന്നിരിക്കുന്നത്. ലയൺ AP സിംഗ് അർപിന്ദർ പാൽ സിംഗ് ഫ്രം കൽക്കട്ട. 4ാമത്തെ ഇന്ത്യക്കാരൻ നമ്മുടെ പ്രസ്ഥാനം ഭരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഈ വർഷം നമ്മൾ പ്രസ്ഥാനത്തിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. മാത്രമല്ല വരുന്ന 2 വർഷം 2025, 26, 27 നമ്മളെ സംബന്ധിച്ചോളം ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മിഷൻ 1.5. ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ 13,86,000 മെമ്പേഴ്സ് ഉള്ള ഈ പ്രസ്ഥാനം നമുക്ക് 2 വർഷം 2027 ജൂൺ 30 15 ലക്ഷം വോളണ്ടിയേഴ്സിനെ നമുക്ക് ലോകമെമ്പാടും നമുക്ക് അംഗങ്ങളാക്കി മാറ്റണം എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകും. ഈ 2 വർഷം നമ്മുടെ ഇന്റർനെറ്റ് സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രോഗ്രാമും ഏറ്റവും വലിയ അജണ്ടയും മിഷൻ 1.5 തന്നെയായിരിക്കും. അതിന് നമ്മുടെ ക്ലബ്ബും അതിൽ ഒരു ഭാഗമായി തീരണം. കാരണം ക്ലബിലൂടെയാണ് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മെമ്പർഷിപ്പ് സ്ട്രെങ്ത് ഇപ്പോൾ 42 മെമ്പർഷിപ്പ് പ്രസിഡന്റ് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് വരുന്ന 2 വർഷം കൊണ്ട് എല്ലാ മെമ്പേഴ്സും ഒരു മെമ്പറെ കൊണ്ടുവന്നുകൊണ്ട് ഈ മെമ്പർഷിപ്പ് സ്ട്രെങ്ത്, ഈ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കണമെന്നും കൂടി ഈ അവസരത്തിൽ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് പറയാൻ ഞങ്ങളെല്ലാവരും കുളിക്കാണ് എൻ്റെ. അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു പ്രവർത്തനം ഡെഫിനറ്റായിട്ടും കാഴ്ചകൊണ്ടുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചോളം കൂടുതൽ ഡോക്ടേഴ്സിനെ ഞങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ കൂടുതൽ മെമ്പേഴ്സിനെയും പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം സാറിന് ഏറ്റെടുക്കണം. അത് മെമ്പർഷിപ്പ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇതിലൊന്നും ബാക്കോട്ട് പോകരുത്. യു ഷുഡ് ബി ദർ എല്ലാം വിത്ത് രാധാകൃഷ്ണേട്ടൻ. ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമത്തെ സർവീസ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മയിൽ ഭാഗത്ത് ജനഹൃദയങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള സർവീസ് പ്രൊജക്റ്റ് മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം നമ്മൾ വാരി വലിച്ച് മീൻസ് കുറേ ഒരു 100-120 പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു 20 പ്രൊജക്റ്റിൽ നിങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മയിൽ ഭാഗത്തുള്ള ജനങ്ങളുടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് അവരെ അടിച്ചേൽപ്പിക്കുന്നു. അതല്ലാതെ അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ നൽകുമ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല മെമ്പേഴ്സിനെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നല്ല നല്ല സർവീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയും ലാൻഡ്സ്കേപ്പ് ഓഫ് മൈലിൻ്റെയും പേര്, ദ ഗുഡ് വിൽ അല്ലെങ്കിൽ ദ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കൂടി നിങ്ങൾ ശ്രമിക്കുക. ആ രീതിയിലുള്ള സർവീസ് പ്രൊജക്ട്സ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്ലാൻ ചെയ്യേണ്ടത്. അതുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായത് ഫൗണ്ടേഷൻ്റെ കാര്യമാണ്. ഫൗണ്ടേഷൻ കാരണം നമ്മുടെ ലയൺസ് ഫെർട്ടിനിറ്റി ലോകമെമ്പാടും ചെയ്യുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൈത്താങ്ങാകുന്നത് നമ്മുടെ ഫൗണ്ടേഷനാണ്. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനാണ് ലയൺസ് മൂവ്മെൻറ്റിൻ്റെ എല്ലാ ഏരിയയിലും ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫണ്ടിങ് കിട്ടുന്നത് ഈ ഫൗണ്ടേഷൻ എങ്ങനെ ഫണ്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈ $100, $200, $300, അതിന് മുമ്പ് MJFI കൊടുക്കുന്ന $1,000. ഇതൊക്കെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ 5 കോടി 20 ലക്ഷം രൂപ നമ്മളെ മൾട്ടിപ്പിൾ, എന്നാൽ കേരളം മൊത്തം നമ്മൾ കഴിഞ്ഞ വർഷം ഫൗണ്ടേഷനിലേക്ക് കൊടുത്ത എമൗണ്ട് ആണ് നമുക്ക് ഈ വർഷം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തിരിച്ചു വന്നിട്ട് ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വയനാട്ടിലെ ഒരു ഹോസ്പിറ്റൽ വാങ്ങിയിട്ട് അത് അടുത്ത മാസം നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗ് ആണ്. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ഞാൻ ക്ഷണിക്കുകയും കൂടിയാണ്. എല്ലാവരും വന്ന് അത് വിറ്റ്നസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രൊജക്ട്സ് നമ്മളെ നാട്ടിൽ വരണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. ഇപ്പം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഒരു ലേറ്റ് സ്റ്റാർട്ട് ഈ വർഷം മുതൽ ഒരു ലെഗസി മെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഗസി മെമ്പർ എന്ന് വെച്ചാൽ എന്താണെന്നാൽ നിങ്ങളുടെ കാലശേഷം നമ്മുടെ ഫൗണ്ടേഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
കാരണം നമുക്കെല്ലാവർക്കും LIC ബോണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള ബോണ്ട്സ് ഉണ്ടാകും, ഷെയർസ് ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നോമിനി ഉണ്ടാകും. ഇപ്പം നമുക്കാണെങ്കിൽ വൈഫിനായിരിക്കും, വൈഫ് അടുത്തെങ്കിൽ ഹസ്ബൻഡായിരിക്കും നോമിനീസ്. അപ്പോൾ ആ നോമിനിയുടെ സ്ഥാനത്ത് നമ്മൾ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലശേഷം ആ എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $5,000 മുകളിലോട്ട് വരുന്ന എമൗണ്ട് ആണെങ്കിൽ അത് നിങ്ങളുടെ ഇൻ്റർനാഷണലിൽ അത് നിങ്ങൾക്ക് ഒരു ലെഗസി മെമ്പർ എന്നുള്ള ഒരു പട്ടം ചാർജ് തരും. അത് വളരെ വളരെ കുറച്ച് പേർക്ക് മാത്രം ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഒരു മെമ്പർഷിപ്പാണ് ലെഗസി മെമ്പർഷിപ്പ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാലശേഷം നിങ്ങൾക്ക് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലയൺസിനെ സേവിക്കാൻ സാധിക്കും എന്നുള്ള ആ മെമ്പർഷിപ്പ് കൂടി എടുക്കാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്തിട്ട് അതും ഏറ്റെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എല്ലാം ഇതുവരെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഏകദേശം 27 ക്ലബിൻ്റെ ഇൻസ്റ്റലേഷനാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ട്. 27 ക്ലബിൻ്റെ ഇൻസ്റ്റലേഷൻ ഞാൻ റൈറ്റ് ടൈമിൽ തുടങ്ങും, റൈറ്റ് ടൈമിൽ സ്റ്റോപ്പ് ചെയ്യും. 1.5 മണിക്കൂറുടെ പ്രോഗ്രാം നിർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 6:30 തുടങ്ങിയ പ്രോഗ്രാം അറ്റ് എനി കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും 8 മണിക്ക് അത് വൈൻഡപ്പ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ആളുകളും സംസാരിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് പ്രോഗ്രാം രജിസ്ട്രേഷൻസൊക്കെ വളരെ കുറച്ച് 8:30 മണിയാകുമ്പോഴേക്കും അല്ലേ 8 മണി അല്ലേ 6:30 സ്റ്റാർട്ട് ചെയ്തു. 1.5 hours നിങ്ങൾ ഫാമിലിനെ ബോറടിപ്പിക്കില്ല എന്നുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ മീറ്റിംഗ്സും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. I'll go straight to the installation ceremony or shall I go for the induction ceremony first? ഏതാ വേണ്ടത്? ഫസ്റ്റ് ഇൻഡക്ഷൻ വേണം? Okay. So master ceremony, please call the new members. Induction first. നിങ്ങളെല്ലാവരും ലയൺസ് പ്രസ്ഥാനം ജോയിൻ ചെയ്തപ്പോൾ ഈ ഇൻഡക്ഷൻ എപ്പോഴും ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് അല്ലേ? ഇംഗ്ലീഷിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ യു പ്രൊസീഡ് അപ്പോൾ ഇൻഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെയാണ് ഓർത്തത്. കാരണം 14 വർഷം മുന്നേ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ മെമ്പറായിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിയർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പുതിയ മെമ്പേഴ്സിൻ്റെ മനസ്സിലും ആ ഫിയർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങളത് ഏറ്റവും പറയും എന്നല്ലാതെ ഒരു വേർഡ് പോലും നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇൻ മലയാളം. ഓക്കെ, കാരണം ആ ഫിയർ ഉണ്ടെങ്കിൽ പോലും മലയാളത്തിൽ പറയുമ്പോൾ എന്തെങ്കിലും പകുതിയെങ്കിലും തലയിനുള്ളിൽ കയറും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, വിളിച്ചോളൂ. സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു സെറമോണിയൽ ഫംഗ്ഷനാണ് ന്യൂ മെമ്പർ ഇൻഡക്ഷൻ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സെറമോണിയൽ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ന്യൂ മെമ്പർ ഇൻഡക്ഷൻ. നമ്മുടെ ഏത് സെറമോണിയൽ ഫംഗ്ഷൻസ് വരുള്ളൂ, ഇൻസ്റ്റലേഷൻ ആയാലും ചാർട്ടർ ഫംഗ്ഷൻ ആയാലും DG വിസിറ്റ് ആയാലും ഒക്കെ ഇൻഡക്ഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ് അത് വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോഴും, കാരണം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പുതിയ മെമ്പേഴ്സ് കയറി വരുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ സെലിബ്രേഷൻ. നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു പുതിയ കുട്ടി ജനിക്കുന്നതിന് തുല്യമാണ്. ആ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആ കുട്ടിയുടെ ഒരു ഫംഗ്ഷൻ, ആദ്യം വരുന്ന ഫംഗ്ഷൻ എത്ര ഗംഭീരമായി നമ്മൾ ചെയ്യൂലേ, അതേപോലെ തന്നെ ഇവരെല്ലാം നമുക്കുള്ള ന്യൂ ബോൺ ബേബീസ് ആണ് നമ്മുടെ ക്ലബിൽ. അപ്പൊ ഇവരെ നമ്മുടെ ക്ലബിലേക്ക് വരവേൽക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനാണ്. അത് വളരെ ഭംഗിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്പോൺസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. എല്ലാവരും ഈ പുതിയ മെമ്പേഴ്സ് തന്നെ നോക്കണം. പുതിയ മെമ്പേഴ്സ് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ പുതിയ മെമ്പേഴ്സിനോട് നമ്മുടെ സ്പോൺസേഴ്സ് ഈ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടാ? ഡ്യൂസിന്റെ കാര്യം പറ്റി പറഞ്ഞിട്ടുണ്ടാ? ഡ്യൂസ് എല്ലാ വർഷവും അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ലേ? ഉണ്ടോ? പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി ഒരിക്കൽ പിന്നെ ഈ ന്യൂ മെമ്പേഴ്സിനൊക്കെ നല്ലൊരു ഓറിയന്റേഷൻസ് എല്ലാം നിങ്ങൾ നൽകണം. ഞാനൊരു ഓത്ത് ചൊല്ലിത്തരാം മലയാളത്തിൽ. അപ്പൊ അത് ഞാൻ ചൊല്ലിനനുസരിച്ച് നിങ്ങൾ ഏറ്റു ചൊല്ലണം, ഉറക്കെ ചൊല്ലണം. ഓക്കെ, നമ്മുടെ മെമ്പേഴ്സ് ഒക്കെ കേൾക്കണം. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ലയൺസ് ക്ലബിലെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്റർനാഷണൽ അസോസിയേഷന്റെയും ക്ലബിന്റെയും ഭരണഘടനയും നിയമാവലിയും അനുസരിച്ച് കൊള്ളാമെന്നും എല്ലാ മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുത്തു കൊള്ളാമെന്നും എല്ലാ പ്രവൃത്തികളിലും
ക്ലബിന്റെ താല്പര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യാമെന്നും ക്ലബിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് എന്റെ ന്യായമായ പങ്ക് നൽകാമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ക്ലബിന്റെ അംഗത്വം നിലനിർത്തുന്നതിന് ഞാൻ സഹായിക്കുമെന്നും കമ്മിറ്റികളിലും എന്റെ കഴിവുകൾ ആവശ്യമുള്ള മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ സഹായിക്കാമെന്നും ലയൺസ് ഇന്റർനാഷണലിന്റെ ആചാര സംഹിതയും ആദർശവും അനുസരിച്ചു കൊള്ളാമെന്നും ലയൺസ് ക്ലബ് മൈൽ മെമ്പേഴ്സ് മുമ്പാകെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്ന് കൈകൊട്ടി പിടിച്ചില്ല, പുതിയ മെമ്പേഴ്സ് ഒന്ന് കൈകൊട്ടി പിടിച്ച. ഞാൻ ഈ ചൊല്ലിയ ഓത്ത് നിങ്ങൾ 100% പാലിക്കില്ലേ? ഞാൻ പുതിയ മെമ്പേഴ്സിന്റെ പേര് പറഞ്ഞോളൂ. ലയൺസ് ക്ലബിലെ അംഗമായി നിർദ്ദേശിക്കുക വഴി അദ്ദേഹത്തിന് ക്ലബിന്റെയും ലയൺസിന്റെയും പ്രവർത്തനങ്ങളിലും ചുമതലകളിലും ശരിയായ രീതിയിൽ അറിവ് നേടിക്കൊടുത്തു കൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിക്കുന്നു. അദ്ദേഹത്തെ എല്ലാ ക്ലബ് മീറ്റിങ്ങുകളിലും പങ്കെടുപ്പിച്ചു കൊള്ളാമെന്നും അദ്ദേഹം ഒരു നല്ല ലയൺ ആയി തീരാൻ എന്റെ പരമാവധി കഴിവിനൊത്ത് ശ്രമിക്കുമെന്നും അദ്ദേഹം ക്ലബിൽ വാർഷിക ഡ്യൂസ് കൃത്യമായി അടയ്ക്കാൻ അദ്ദേഹത്തെ പറഞ്ഞ് പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം അടയ്ക്കാത്ത പക്ഷം അത് ഞാൻ അടയ്ക്കുമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? Lion Deepu N, Lion Watson M, Davino. Okay, 7 board of directors, means directors, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബിൻ്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ, ക്ലബിൻ്റെ ഉള്ളിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ അത് ഡെഫിനറ്റായിട്ടും ബോർഡിലും നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ തീരുമാനം അന്തിമമായിരിക്കും. ആൻഡ് യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദിസ് ക്ലബ്. നിങ്ങളുടെ ടീം ഒരു ബാക്ക് ബോൺ ആണ്. അതേപോലെ തന്നെ ആ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും യോജിച്ച് ക്ലബിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. വ്യക്തിക്ക് ആയിരിക്കാൻ പാടില്ല, ക്ലബിനായിരിക്കണം ഇമ്പോർട്ടൻസ്. ആ എടുക്കുന്ന തീരുമാനം ഉചിതമായിട്ടുള്ള തീരുമാനമായിരിക്കണം. ക്ലബിനെ ശക്തിപ്പെടുത്താൻ ഭംഗി ചെയ്യില്ലേ? യെസ്, കൈ വെക്കൂ. ഓക്കെ, ചെറിയ ഇൻസ്റ്റാൾ നമ്മുടെ ക്ലബിൽ അതിൽ 50% നമുക്ക് ഫാമിലി FPS മെമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് മാക്സിമം നിങ്ങളെ ക്ലബ്ബ് 100% FPS മെമ്പേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കില്ലേ? നമ്മൾ ഇതിന്റെ ക്ലബിന്റെ ബാനർ, ഗാവൽ എല്ലാം, ക്ലബിന്റെ കോളർ, പ്രസിഡന്റ് കോളർ, ഇതെല്ലാം സൂക്ഷിപ്പുകാരൻ നിങ്ങളാണ്. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾ വണ്ടിയിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കണം. അടുത്ത മീറ്റിംഗ്
എന്നാണോ ആ ഡേറ്റിൻ്റെ ആ സമയത്തിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ വന്ന് ഇതെല്ലാം ഇതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളതാണ്. ഇത് ഭംഗിയായി ചെയ്യോ? ഉറപ്പോ? ഓക്കെ, യു ആർ ഇൻസ്റ്റാൾഡ്. യു ആർ ദ ടെയിൽ ട്വിസ്റ്റർ. ടെയിൽ ട്വിസ്റ്റർ എന്താ അറിയില്ല. അതൊരു ആർട്ട്. ഇസ് എൻ ആർട്ട്. ടെയിൽ ട്വിസ്റ്റിംഗ് ഇസ് എൻ ആർട്ട്. നമ്മുടെ ക്ലബിൻ്റെ ഉള്ളിൽ ഒരു ഹാർമോണി ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം സാറിൻ്റെയാണ്. ഈ 3 സെറിമോണിയൽ ഫങ്ഷൻസ് ആണ് നമ്മുടെ ക്ലബിൽ ഉണ്ടാവുക. ഒന്ന് ഇൻസ്റ്റലേഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ DG വിസിറ്റ്, ചാർട്ടർ ആനിവേഴ്സറി, ഇതിനൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനം ഒരു പ്രോഗ്രാം ഡയറക്ടറൊക്കെ ഉണ്ടാവും. ബട്ട് എല്ലാ മാസങ്ങളും നടക്കുന്ന ഫാമിലി മീറ്റിംഗ്, ആ ഫാമിലി മീറ്റിംഗ് വളരെ എൻജോയ്മെൻ്റ് ആക്കേണ്ടത് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. യു ആർ ദ ഗ്രീറ്റർ. അതെന്നുവെച്ചാൽ 6 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിൽ 5:45 ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്ന് എല്ലാവരെയും സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം സാറിൻ്റെയാണ്. അതേപോലെ നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത്, വെഡിങ് ആനിവേഴ്സറി ഈ ദിവസങ്ങൾക്ക് ഓർമ്മ വെച്ച് അവർക്ക് നല്ല മെസ്സേജസ് അയക്കാനും ഗ്രൂപ്പിലിടാനും ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം സാറിൻ്റെയാണ്. അതുപോലെ കുറേ പേര് ലാപ്പിൽ പിന്നെ കുത്താതെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ എമൗണ്ടൊക്കെ ഫൈൻ വാങ്ങിച്ചിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യുക, ഒരു വർഷം അവസാനമാകുമ്പോൾ ഒരു ചെറിയ സർവീസ് പ്രൊജക്റ്റൊക്കെ ചെയ്ത് അത് മീൻസ് നമ്മുടെ ഫാമിലി മീറ്റിംഗ് കളർഫുൾ ആക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഭംഗിയായി ചെയ്യില്ലേ? യു ആർ ഇൻസ്റ്റാൾഡ്. മൈലിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ലോക്കൽ മീഡിയാസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന സർവീസ് പ്രൊജക്റ്റ് കണ്ടിട്ട് ഇതേമാതിരി ഉദാഹരണമാരെ മനസ്സിലുള്ള ആൾക്കാർ, വലിയ മനസ്സിലുള്ള ആൾക്കാർ, സർവീസ് ചെയ്യാൻ മനസ്സിലുള്ള ആളുകൾ, നമുക്ക് കാണാത്ത ആളുകളുണ്ടാവും. അവർ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് നമ്മൾ അന്വേഷിച്ച് വരുന്ന ഒരു കാലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സൻ്റെ ഉത്തരവാദിത്വം. ദാറ്റ് ഈസ് ബ്രാൻഡിങ് ലൈനിസം. എങ്ങനെയൊക്കെ നമ്മൾ പ്രസ്ഥാനത്തിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ബ്രാൻഡ് ചെയ്യാം. നമുക്ക് ആവശ്യം കുറേ നല്ല മെമ്പേഴ്സിനെയാണ്. ഭംഗിയായി ചെയ്യില്ല? യു ആർ ഇൻസ്റ്റാൾഡ്. സർവീസ് പ്രൊജക്റ്റ് ചെയ്തിട്ട് മൈലിലെ ആളുകളുടെ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സർവീസ് പ്രൊജക്റ്റുകൾ നമ്മൾ അവരുടെ നിന്ന് എന്താണ് എന്ന് അറിഞ്ഞ് ചെയ്യുന്ന സർവീസ് പ്രൊജക്റ്റ്, അതാണ് നമുക്ക് ആവശ്യം. ആ രീതിയിലുള്ള സർവീസ് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ളൂ എന്ന് നമ്മളെ കൊണ്ട് അവർ പറയണം. ആ ലയൺസ് പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അല്ല നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സ് അല്ല. നല്ല നല്ല സർവീസ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇമേജ് ബിൽഡിംഗ് കൂടിയാണ് സർവീസ് പ്രൊജക്റ്റ്. ഭംഗിയായി ചെയ്യില്ലേ? യു ആർ ഇൻസ്റ്റാൾഡ്. മിഷൻ 1.5 എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ പ്രസ്ഥാനത്തിൽ 15 ലക്ഷം ആക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്ലബിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ടീം ഉണ്ടാവും. ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ യു ആർ ചെയർപേഴ്സൺ, ദർ വിൽ ബി 3 or 4 ടീം ഉണ്ടാവും. ആ ടീം കൂടി നല്ല നല്ല മെമ്പേഴ്സിനെ നമ്മൾ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരാം. മെമ്പേഴ്സ് വേണം എന്ന് വിചാരിച്ചിട്ട് മെമ്പേഴ്സിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പരിപാടി നമുക്ക് വേണ്ട. ഓക്കെ, യു ആർ ഇൻസ്റ്റാൾഡ്. ക്ലബ് കോർഡിനേറ്റർ ലൈൻ KP ശശി നമ്പ്യാർ. റിപ്പോർട്ടിംഗ് നമ്മൾ ചെയ്യണം. നമ്മൾ ക്ലബ്ബ് ചെയ്യുന്ന എല്ലാ സർവീസ് ആക്ടിവിറ്റീസും ഇൻ്റർനാഷണലിനെയും ഡിസ്ട്രിക്റ്റിനെയും അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളതാണ്. അതേപോലെ സെക്രട്ടറിനെ എന്ത് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം, എല്ലാ കാര്യത്തിലും അസിസ്റ്റ് ചെയ്യണം. മെയിൻലി ദ റിപ്പോർട്ടിംഗ് സൈഡ് അത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. കാരണം നമ്മൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ അംഗീകാരം നമുക്ക് കിട്ടുള്ളൂ. ആ അംഗീകാരം കിട്ടണമെങ്കിൽ റിപ്പോർട്ടിംഗ് ഷുഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, ഇത് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യില്ലേ? ഓക്കെ, യു ആർ ഇൻസ്റ്റാൾഡ്. വളരെ ഭംഗിയായിട്ട് ബാക്കിയുള്ള 6 പേരും കൂടി നിന്ന് നിങ്ങൾ 8 പേരും ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് ക്ലബിനെ ശക്തിപ്പെടുത്താം. ചെയ്യില്ലേ? യു ആർ ഇൻസ്റ്റാൾഡ്. കോർഡിനേറ്റർ ജോലി ശശി നമ്പ്യാരുടെ ജോലിയും സെയിമാണ്. സെക്രട്ടറിനെ അസിസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഭംഗിയായി ചെയ്യില്ലേ? You are installed. And third Vice President Lion CK Premrachan, Lion Manomohan, Lion Muhammad Shihab. Please come forward. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിനെ നെല്ല് പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം. ഈ വർഷം എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് നിങ്ങൾ ഉണ്ടാവണം ഈ വർഷം കൂടെ. ഡിസ്ട്രിക്ട് ഗവൺമെൻറ് അഡ്വൈസറി ബോർഡിലും യു ആർ ദ മെമ്പർ. നമ്മളെ പ്രസിഡന്റ്, സെക്രട്ടറി ആൻഡ് തേർഡ് വൺ ഈസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്. നിങ്ങൾ 3 പേരും സോൺ ചെയർപേഴ്സൺ വിളിക്കുന്ന എല്ലാ സോൺ അഡ്വൈസറി മീറ്റിങ്ങിലും നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അതേപോലെ തന്നെ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് എല്ലാ മീറ്റിംഗ്സും ചെയർ ചെയ്യണം. ഭംഗി ചെയ്യില്ല? സർ, യു ആർ ഇൻസ്റ്റാൾഡ്. നല്ലൊരു കൈ കൊടുക്കും. മനോമോഹൻ സർ,
ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് അദ്ദേഹം ചെയ്യേണ്ട എല്ലാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ ചെയ്യണം. ചെയ്യില്ല. യു ആർ ഇൻസ്റ്റാൾഡ്. മുഹമ്മദ് ഷിഹാബ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് സെക്കൻഡ് വൈസ് പ്രസിഡന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള നിങ്ങൾ 3 പേരും നമ്മളെ പ്രസിഡന്റിനെ നേരിലായിട്ട് ഉണ്ടാവണം. ഏത് കാര്യത്തിനും നിങ്ങൾ 3 പേരും ഇത് ഭംഗിയെ ചെയ്യുന്ന വിശ്വസിച്ചോട്ടെ. കൈ വെക്കും അവർക്ക് കൊടുക്കണ്ട, എനിക്കല്ല. എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതിയ പ്രോജക്റ്റുകൾ, അതേപോലെ തന്നെ ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണോ ട്രസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. സാർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ആസ് എ ട്രഷറർ, വാട്ട്സ് എ ഡ്യൂട്ടി? വാട്ട്സ് എ ഡ്യൂട്ടി? എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ടോട്ടൽ കണക്ക് സൂക്ഷിക്കുക. റൈറ്റ്, വെരി ഗുഡ്. അപ്പോൾ സാറിൻ്റെ ഉത്തരവാദിത്തം, യു ആർ ദ കസ്റ്റോഡിയൻ ഓഫ് ഫണ്ട്സ്. ബോർഡ് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? പേയ്മെൻറ്റ് ബൈ വേ ഓഫ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനാൽ കസ്റ്റോഡിയൻ ഓഫ് ഫണ്ട്സ് ആണ് പണം സൂക്ഷിപ്പുകാരൻ. ഈവൻ പിരിക്കാനുള്ള റൈറ്റ് പോലും നമുക്കില്ല. പിരിക്കേണ്ടത് ആരാണ്? പൈസ പിരിക്കേണ്ടത്? ലാൻസിൽ സെക്രട്ടറി ട്രഷറാണോ? നമുക്ക് ചെയ്യാം. ഓൾ റെസ്പോൺസിബിലിറ്റി ടു പേ ദ ഡ്യൂസ്. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഈ വർഷം മുതൽ ഡ്യൂസ് തരൂ എന്ന് പറഞ്ഞ് പോകരുത്. ലെറ്റ് ദം ഗീവ്. അറിഞ്ഞും കൊണ്ട് അവർ തരണം നമുക്ക്, അല്ലേ? എല്ലാവരും പൈസ എല്ലാവരും വെരി ഗുഡ്. എന്നുള്ള അവർക്ക് അറിയാം. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ വലുതാണ്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെലിവറി ചെയ്യണം അങ്ങോട്ട്. ഓക്കെ, അത് നമ്മൾ എന്താണ് സെക്രട്ടറി ഡ്യൂട്ടി എന്നുള്ളത് ഇപ്പം നമ്മളെ വരാൻ പോകുന്ന പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ചെറുങ്ങനെ പറയാമോ എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി? വെരി ഗുഡ്. നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് അത് വേറെ തന്നെ ചെയ്യണം. നമ്മളെ റിപ്പോർട്ടും മിനിറ്റ്സും ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മിനിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പിലൊന്നും ഇടേണ്ട കാര്യമില്ല. റിപ്പോർട്ട് മാത്രം ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. മിനിറ്റ്സ് ഇസ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് എല്ലാ സ്ഥലത്തും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധനമേ അല്ല. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ആ മിനിറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഈ മിനിറ്റ്സ് വായിച്ചതിന് ശേഷം പ്രസിഡന്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പ്രസിഡന്റ് ആ ദിവസത്തെ മീറ്റിംഗ് കോൾ ടു ഓർഡർ എന്ന് പറയാൻ പാടുള്ളൂ. കാരണം കഴിഞ്ഞ മീറ്റിങ്ങിന് വരാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മിനിറ്റ്സ് വായിക്കുന്നത്. ആ മിനിറ്റ്സ് വായിച്ചിട്ട് നമ്മളെ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ മീറ്റിംഗ് കോൾ ടു ഓർഡർ എന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഓവറോൾ നമ്മുടെ ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. ഭംഗിയായി ചെയ്യാം. ഓക്കെ, സെക്രട്ടറി ലയൺ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈ വർഷം രാജ്മോഹൻ സാർ ചെയ്തു. ഒരു നല്ല ലീഡർ എപ്പോഴും എന്താ ചെയ്യുക? കൂടുതൽ ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക, അല്ലേ? നമ്മൾ ഈ വർഷം വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഇന്നർ സപ്പോർട്ട് ഫ്രം നാരായണേട്ടൻ. നിങ്ങളുടെ നിഴല് പോലെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അതേപോലെ തന്നെ ഒരു നിഴലായിട്ട് ഇദ്ദേഹത്തിൻ്റെ രാധാകൃഷ്ണൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ LCH നമ്മുടെ ഫൗണ്ടേഷന്റെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി സാറിൻ്റെയാണ്. മാക്സിമം $100, $200, $300, $1000 നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം അതും സാറ് കളക്ട് ചെയ്യണം. എപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ടും സാറിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിക്കണം. ചെയ്യില്ലേ? എന്താണ് രാധാകൃഷ്ണന്റെ ഡ്രീം? ഞാൻ കേട്ടില്ല. ഓ, വെരി ഗുഡ്. ഒരു കൈ എന്നായി ഫസ്റ്റ്. 5 സ്റ്റാർ എക്സലൻസ് അവാർഡിനാണ് ലക്ഷ്യം. ഒരു 5 സ്റ്റാർ ക്ലബ് എക്സലൻസ് അവാർഡ് കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? എത്ര സർവീസ് ചെയ്യണം?
3 സർവീസാ? 7 സർവീസ്. 7 സർവീസ് ചെയ്യണം. ഓക്കെ. മെമ്പർഷിപ്പ് 20% വേണം. പിന്നെ SAF കോൺട്രിബ്യൂഷൻ എത്ര വേണം? 200 എത്രയും ചെയ്യും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സാധാരണ നമ്മൾ ഏകദേശം ഒരു 90 ക്ലബ്ബൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു 30 എണ്ണൊക്കെയാണ്. 30 ക്ലബിനാണ് എക്സലൻസ് അവാർഡ് കിട്ടാറ് സാധാരണ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഈ വർഷം 28 ക്ലബ്ബുകളിൽ കിട്ടിയിട്ടുള്ളൂ. അത് ഒരു ഈസി ഇതിലായിരുന്നു അത്. പക്ഷേ ഈ വർഷം മുതൽ അത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് തന്നിരിക്കുന്നത്. ഒരു ബിലോ 10 ക്ലബ്ബുകൾക്കോ അല്ലെങ്കിൽ ബിലോ 15 ക്ലബ്ബുകൾക്കോ മാത്രമേ എക്സലൻസ് അവാർഡ് കിട്ടുള്ളൂ. ഇപ്പോൾ 5 സ്റ്റാർ എന്നുള്ളത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ 5 സ്റ്റാർ എന്ന് പറഞ്ഞുള്ള ഒരു ക്ലബ്ബേ ഇല്ല. ക്രൈറ്റീരിയ ഒരു എക്സലൻസ് 5 സ്റ്റാർ എക്സലൻസ് അവാർഡ് കിട്ടുന്ന ഒരു ക്ലബ്ബ് പോലും നമ്മുടെ ഡിസ്ട്രിക്റ്റിലില്ല. അതിൻ്റെ ക്രൈറ്റീരിയ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ആ 5 സ്റ്റാർ ക്രൈറ്റീരിയ ആഗ്രഹിക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ അത് ആദ്യത്തെ ഒരു ചരിത്ര സംഭവമാവും. കാരണം അടുത്ത വർഷം ചിലപ്പോൾ മേ ബി നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന കുറേ പ്രസിഡന്റ് ഉണ്ടാവും സാർ. അപ്പോൾ നിങ്ങൾ മുന്നിൽ വേണം. അതിൻ്റെ സാറ് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഞാൻ പറയാം. മക്കളെ ഒന്നും ഉണ്ടായിരിക്കും പ്ലീസ്. അതിൽ ക്രൈറ്റീരിയ MJFന്റെ ക്രൈറ്റീരിയ ആണെങ്കിൽ പെർ മെമ്പർ $20 സർ. പെർ മെമ്പർ $20. അപ്പോൾ ഇന്ന് 42 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ $840 നമ്മൾ പേ ചെയ്യണം. ഓക്കെ. മെമ്പർഷിപ്പ് ഒക്കെ 20%. ഇത് 42 ആണെങ്കിൽ അത് 20% ആയാലും 9 മെമ്പേഴ്സിന് നമ്മൾ കൊണ്ടുവരണം. 3 ഇന്റർനാഷണൽ സർവീസ് ഡോക്യുമെന്റ്സിന് പകരം 5 എണ്ണം എന്ത് ചെയ്യണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ബാക്കിയുള്ള ക്രൈറ്റീരിയസ് ഒക്കെ സെയിം ആണ്. ഇത്രയും വളരെ സിമ്പിളാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. 5 സ്റ്റാർ നമുക്ക് വാങ്ങിച്ചെടുക്കാം. അതെ. നമ്മുടെ പ്രസിഡന്റ് ഇന്ന് പോലെ ഡ്രീം കാണാൻ തുടങ്ങുകയാണ്. ലയൺസ് ക്ലബ് ഓഫ് മൈൻഡിന് ഒരു 5 സ്റ്റാർ എക്സലൻസ് അവാർഡ് ലഭിക്കുന്നത്. അതിന് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വളരെ നല്ല രീതിയിലുള്ള മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. മീറ്റിംഗ്സ് വളരെ ക്രിസ്പി ആയിട്ട് സമയത്ത് തുടങ്ങുക, സമയത്ത് തീർക്കുക. ഒന്ന്. ഓക്കെ. ടൈം ബോണ്ടിൽ ഇന്റർനാഷണൽ ഡ്യൂസ് അടിക്കുക. എല്ലാ ഡ്യൂസും ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇന്റർനാഷണലിലേക്കാണ് എല്ലാം പക്കയായിട്ട് നമ്മൾ ചെയ്യാം. മെമ്പേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വളരെ ഒരു ഫ്രണ്ട്ലി. അതേമാതിരി നമ്മൾ അവരായിട്ട് അഴുകി ചേരുമ്പോൾ അടുത്ത വർഷം ഇതേ സമയത്ത് ജൂൺ 30 സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ സാറിൻ്റെ കണ്ണിന് വെള്ളം വരുന്ന അവർ വേദനിപ്പിച്ചിട്ടല്ല, അവരുടെ സന്തോഷം, അവർ തന്ന സ്നേഹം, ഇനി എനിക്ക് അടുത്ത കൊല്ലം കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള കണ്ണീരാണ് വേണ്ടത്. അല്ലാതെ സാറിനെ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ആ മുൾക്കിരീടം അഴിച്ചു വയ്ക്കാൻ പോയില്ല സന്തോഷമല്ല, കഴിച്ചിലായി മോനെ എന്നുള്ളതല്ല. ഓക്കെ. സാറിന് 3 കണ്ണ് വേണം. 2 കണ്ണ് ഇപ്പം ഉണ്ട്, കാണാനല്ല. 3ാമത്തെ കണ്ണ് എന്താ അറിയാം, ഇവരാരും കാണാത്ത സാറ് കാണും. 3ാമത്തെ ചെവിടുണ്ട് സാറിന് കാണും. അതെന്തിനാ അറിയാം, ഇവരെ കേൾക്കാത്തതും നമ്മളെ സമൂഹം കേൾക്കാത്തതുമായ കാര്യം സാറ് കേൾക്കണം. ഇവരുടെ മനസ്സിനുള്ളിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ സാർ അത് കേട്ടറിയണം. അപ്പോഴാണ് നല്ലൊരു പ്രസിഡന്റായിട്ട് മാറുന്നത്. രാധാകൃഷ്ണൻ സാറിന് ഞാൻ പ്രസിഡന്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് പ്രഖ്യാപിച്ചു. ഓക്കെ സർ, പ്ലീസ് കം. അതേപോലെ തന്നെ ഞാൻ നോവൽ കൈമാറാൻ പോവുകയാണ്. സർ, ഇത് പവർ ഓഫ് അതോറിറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഇവരുടെ സ്നേഹത്തോടെ നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ളത് ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഇതിനെ കാണണം. യൂസ് ഇറ്റ് വൈസ്ലി ആൻഡ് ജുഡീഷ്യസ്ലി. ഓക്കെ. വിത്ത് ഓൾ യുവർ പെർമിഷൻ ഐ ആം ഹാൻഡിങ് ഓഫ് ദിസ് ഗവൺമെന്റ് നിങ്ങളാണ് ഈ ക്ലബിനെ ശക്തിപ്പെടുത്തേണ്ട ആളുകൾ, ഒരു സംശയമില്ല. നിങ്ങളാണ് പ്രസിഡന്റിന് എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ ക്ലബിനെ ഉയരങ്ങളിൽ എത്തിക്കേണ്ട ആളുകൾ.
ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗിന്റെ ഒറ്റ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വേണ്ടത് മിഷൻ 1.5 അത് നമ്മുടെ ക്ലബ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരു ഉറപ്പ് തരണം. ആ ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഈ റൈറ്റ് ഹാൻഡ് ഇതിൽ ഈ വിരൽ ഒന്ന് കൂട്ടി പിടിച്ചേ, പിന്നെ ഈ വിരൽ ഇങ്ങനെയാക്കി ലെഫ്റ്റില് എല്ലാം ചേർത്ത് വിഷൻ ഏറ്റെടുത്തിരിക്കുന്നു. Okay, so dear friends, I hereby declare that the Board of Directors for the year 25-26 is duly installed. And thank you very much for giving me this opportunity. So once again, I thank everyone from bottom of my heart for inviting me for this installation. Thank you very much. Let us enjoy that. Thank you. Monster, അദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വർഷത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫെബ്രിഷ്യോ ഒലിവറുടെ ഇന്റർനാഷണൽ പിൻ കൊടുത്ത് ആദരിക്കാൻ വേണ്ടി ഞാൻ ഈ വേദിയിൽ ഉപയോഗിക്കുന്നു. പ്രസാദ് ഇങ്ങനെയുള്ള ഒരു നേതാവിനെ എനിക്ക് വളരെ സന്തോഷം. I am deeply delighted and proud of this. വലിയ കാര്യങ്ങൾ പോകുന്നില്ല. ഒന്നാമത് ഡ്യൂസിൻ്റെ കാര്യത്തിൽ ഡ്യൂസ് ഇപ്പോൾ ഈ വർഷത്തേക്ക് മുഴുവൻ അടക്കാനുള്ള ഡ്യൂസ് ഞങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും ബിഫോർ ടൈം തന്നെ ഞങ്ങൾ ഡ്യൂസ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ SCIF കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ $2,400, 2 BMJF പ്ലസ് അതർ കോൺട്രിബ്യൂഷൻ, 2 MJF പ്ലസ് അതർ കോൺട്രിബ്യൂഷൻ അതും കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. അപ്പോൾ അതും ഒരു വലിയ വിഷയമാണ് തോന്നുന്നത്. പിന്നെ മെമ്പർഷിപ്പ് കഴിഞ്ഞ ഓപ്പണിംഗ് 36 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മളത് 5 പേര് കൊഴിഞ്ഞു പോയി. നൗ ഇറ്റ് ഈസ് 42. അതുകൊണ്ട് തന്നെ ആ ഗ്രോത്ത് തന്നെ നമുക്ക് സഫീഷ്യൻ്റാണ്. ആരും കൊഴിഞ്ഞു പോകാത്ത അവസ്ഥക്ക് ആരും കൊഴിഞ്ഞു പോകാറില്ല, ഇനി കൊഴിഞ്ഞു പോകാനില്ല. അപ്പോൾ അത്രയും മെമ്പർഷിപ്പ് കിട്ടിയാൽ നമുക്ക് ആ പോയിന്റ് ക്ലിയർ ആണ്. പിന്നെ സർവീസ് പ്രൊജക്ട് നമ്മൾ കണ്ടു. 318 ഏറ്റവും കൂടുതൽ സർവീസ് കഴിഞ്ഞ വർഷം ചെയ്തത് മയിൽ ക്ലബ്ബായിരുന്നു. അതിൻ്റെ അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ ക്ലബ്ബ് ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഈ ക്ലബിൻ്റെ പ്രസിഡൻ്റായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരോടും എല്ലാവരുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് EDG പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രമിച്ചുകൊണ്ട് അടുത്ത വർഷം കൂടുതൽ വിവരങ്ങളിലെത്താൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ നിലവിലെ അധ്യക്ഷൻ, നമ്മുടെ പുതിയ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം ലീഡർ ശ്രീ ലയൺ P. രാധാകൃഷ്ണൻ സർ, നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ ലീഡർ, ഡിസ്ട്രിക്ട് ലീഡർ, അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലയൺ സൂരജ് MJF, RC ലയൺ രവി സർ, സെർസി ലയൺ നവീൻ മനോഹരൻ. ഈ ആദ്യത്തെ ഞാൻ പ്രസിഡൻ്റായിരുന്ന ആ കാലഘട്ടത്തിൽ ആ 1.5 വർഷത്തിനുള്ളിൽ നമ്മളൊരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീടെടുത്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ ഒരുപാട് സർവീസ് പ്രൊജക്റ്റുകൾ സാധിച്ചു, മെമ്പർഷിപ്പ് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ആ വർഷങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലബിന് എക്സലൻസ് അവാർഡ് ലഭിച്ചു. തുടർന്ന് ഈ വർഷവും ലയൺ രാജ്മോഹൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ അതിൻ്റെ ശരിയായ രീതിയിലുള്ള പിന്തുടർച്ച വളരെ ഭംഗിയായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ, അതാണ് ഞാനും എല്ലാവരും ആഗ്രഹിച്ചത്, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ക്ലബ്ബ് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റൊരു താല്പര്യവും ആർക്കും തന്നെ ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ക്ലബിൻ്റെ വളർച്ച അത് ഈ നാടിന് എങ്ങനെ ഉപകാരപ്പെടും, ഈ പാവപ്പെട്ട ജനതയ്ക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അത് തന്നെയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഏതായാലും രാജ്മോഹനും ആ PSCയെയും അഭിനന്ദിക്കാൻ ഞാൻ
ആഗ്രഹിക്കുകയാണ്, ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ 24-25 വർഷവും ക്ലബ് എക്സലൻസ് അവാർഡ് ലഭിക്കാനുള്ള എല്ലാ ക്രൈറ്റീരിയകളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 MJF ഉണ്ടായിരുന്നു. അതുപോലെ നിലവിലുള്ള ഇതനുസരിച്ച് 10% നിലവിലുള്ള മെമ്പേഴ്സിൻ്റെ 10% നെറ്റ് ഗ്രോത്ത് നമ്മൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. സർവീസ് പ്രൊജക്റ്റ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഒരു കാര്യമേ ഉള്ളുവെങ്കിലും, അതായത് ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റായി കഴിഞ്ഞ വർഷം നമുക്ക് കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുടുംബത്തിന്, ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ ഭാരവാഹികൾക്കും ക്ലബിനെ ഊർജ്ജസ്വലതയോടെ നയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരം ആശംസിക്കാനുള്ളത്. പ്രസിഡന്റിൻ്റെ വലിയ സ്വപ്നം പൂർത്തീകരിക്കാൻ നമ്മുടെ എല്ലാം പിന്തുണ, കലവറയില്ലാത്ത പിന്തുണ നമുക്കുണ്ടാവണം. പല ക്ലബ്ബുകളുടെയും പല അവസ്ഥകളും നമ്മൾ അനുഭവങ്ങളിലൂടെ കാണുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ക്ലബ്ബ് വളരും തോറും അതിൻ്റെ അന്തഛിദ്രങ്ങൾ കൂടുന്നൊരവസ്ഥ, അത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ എല്ലാം ക്ലബിൻ്റെ യഥാർത്ഥ പ്രവർത്തകരാവുകയും ക്ലബിൻ്റെ ഉന്നതി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മെമ്പറായത് ക്ലബിനെ നയിക്കാനാണ്, ഈ നാടിന് ഉപകാരം ചെയ്യാനാണ്, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനാണ് എന്നുള്ള ഒറ്റ ബോധ്യം, അതിൽ കിട്ടുന്ന സംതൃപ്തി മാത്രമാണ് ആയിരിക്കണം നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് മാത്രം എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ അംഗങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു. പുതിയ PSCക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഇന്നത്തെ ഈ സുദിനത്തിൽ എന്നെ ക്ഷണിച്ചതിനെ ആദ്യമായി ഞാൻ ക്ലബിലെ ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതുപോലെ തന്നെ ഇക്കൊല്ലത്തെ RC എന്ന നിലയിൽ, റീജിയൻ ചെയർമാൻ എന്ന നിലയിലും എല്ലാവിധ സപ്പോർട്ടും നിങ്ങളെ ക്ലബിന് ഞാൻ ചെയ്തിരിക്കും. എൻ്റെ കടമയാണത്. ബിക്കോസ് ഇത്രയും ദിവസം രാധാകൃഷ്ണൻ സാറ് എന്നെ വിളിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു വിളിയെങ്കിലും ഇല്ലാത്ത ദിവസമില്ല. അതേമാതിരി രാജ്മോഹൻ സാറും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തിരിക്കും, ഇന്നലെ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ലബിൽ നിന്ന് നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി മോഹനാട്ടിന് ഇവിടെ ഉണ്ട്, ഫ്രം ദ ലയൺസ് ക്ലബ് ഓഫ് കാനോ. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് എൻ്റെ സീനിയർ മോസ്റ്റുമാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നതിൽ സന്തോഷമുണ്ട്. എനിവേ ഞാൻ നീട്ടുന്നില്ല, ബിക്കോസ് നമ്മുടെ ടൈം ഷോർട്ടാണ് എല്ലാവർക്കും തന്നിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ പുതിയ മെമ്പേഴ്സിന് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ തരും. ബിക്കോസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിലെ മാസ്റ്ററാണ് നമ്മുടെ PS സൂരജ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ഫോർ. താങ്ക് യു വൺസ് അഗെയിൻ, താങ്ക് യു. പക്ഷെ ഞാൻ വന്ന് കയറിയപ്പോൾ ഇവിടെ കുറേ പുതിയ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന കണ്ടു. അപ്പോൾ അതിൽ കുറേ ചെറിയ കുട്ടികളെയും ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചാണ് ആദ്യത്തെ ലയൺസ് മീറ്റിങ്ങിന് പോയത്. ഇന്ന് അച്ഛൻ എൻ്റെ കൈ പിടിച്ചാണ് വരുന്നത്. 37 വർഷമായി. അപ്പോൾ അന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് വന്ന എനിക്ക് ഈ വയസ്സായിരുന്നു. ഇന്ന് അച്ഛൻ എൻ്റെ കൈ പിടിച്ചാണ് മീറ്റിങ്ങിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു പ്ലസ്സാണ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ആളും നിങ്ങളുടെ മക്കളെ എല്ലാ മീറ്റിങ്ങിന് കൊണ്ടുവരികയും, ഇപ്പം മാഡം ഇന്നിവിടെ ഹോസ്റ്റ് ചെയ്ത പ്രോഗ്രാം അതേപോലെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ, ഞാനൊക്കെ അങ്ങനെയാണ് ഇന്നൊരു ട്രെയിനറായി, ഇന്നൊരു സ്പീക്കറായി ഞാനിവിടെ നിൽക്കുന്നത്. ലയണിസം നമുക്ക് കുറേ അവന്യൂസ് തരും, കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് തരും. വളർന്ന് സോൺ ചെയർപേഴ്സണായി. അപ്പം നമുക്ക് വളരാനും മുന്നോട്ട് പോകാനും കുറേ ഓപ്ഷൻസ് തരുന്നൊരു ഓർഗനൈസേഷനാണ് ലയൺസ്. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അക്രോസ് ദ ഗ്ലോബ് ഉണ്ട് ബിക്കോസ് ഓഫ് ലയൺസ്. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അതിൽ നിന്നും മാക്സിമം പഠിക്കാനും ഈ ഒരു ഓർഗനൈസേഷൻ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സോണിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ക്ലബ്സാണ് മയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലവും നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട സർവീസസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ കൂടെ ഞാൻ എന്നാൽ പറ്റുന്ന എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എന്നാൽ പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പും കൂടി തരികയാണ്. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു ചെറിയൊരു 2 വരി ഞാൻ പാടാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പാടാൻ പോകുന്നത് നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയാണ്. ഈ പാട്ട് കേട്ടാൽ പ്രസിഡന്റ് അത് ചെയ്യുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പാട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ആ ചൽ കെ തുझे मैं लेके चलूं एक ऐसे गगन के तले, जहाँ गम भी ना हो आंसू भी ना हो, बस प्यार ही प्यार तले, एक ऐसे गगन के तले, सूरज की पहली किरण से आशा का सवेरा जागे, चंदा की किरण से दुख ഘനഘോരന്തേരാ ഭാഗ്യ. ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമെങ്കിൽ കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളൊരു ലോകത്തേക്ക് കൊണ്ടുപോകാം. അവിടെ സന്തോഷവും
സന്തോഷവും മാത്രമേ ഉണ്ടാവുള്ളൂ. സങ്കടങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. വെയിൽ വന്നാലും അത് മഴയായാലും സങ്കടങ്ങളില്ലാത്ത ലോകത്തേക്ക് നമുക്ക് പോകാമെന്ന്, നമ്മളുടെ ലോകത്തെ ഈ ചുറ്റുവട്ടത്തുള്ള കുറച്ചാളെയെങ്കിലും നമുക്ക് ആ സങ്കടമുള്ള ലോകത്തു നിന്ന് മാറ്റിയിട്ട് സന്തോഷത്തേക്ക് കൊണ്ടുപോകാൻ ഈ പ്രസിഡന്റിനും പറ്റും എന്ന് ഉറപ്പിച്ച വിശ്വാസത്തോടെ ഈ പാട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരുമെന്ന വിശ്വാസത്തോടെ ഞാൻ താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. Thank you, sir. Now I invite Mr. Mahmood. Now I invite സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകർ, കഴിഞ്ഞ വർഷം വളരെ മികച്ച രീതിയിൽ തന്നെ ക്ലബ്ബുകളുടെ ക്ലബ്ബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി ക്ലബിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതിന് കൂടാതെ 2025-26 വർഷത്തെ PSTക്ക് നല്ല നിലയിൽ ക്ലബിനെ നയിക്കാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ എന്നിൽ അർപ്പിതമായ ചുമതല എന്ന് പറയുന്നത് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി മുഖ്യ അതിഥി ലയൺ സൂരജ് സാർ MGFനെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാന്യരായ എല്ലാ വ്യക്തികൾക്കും, നമ്മുടെ പ്രിയപ്പെട്ട ലയൺസ് കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ ക്ലബിലേക്ക് പുതുതായി വന്ന പുതിയ മെമ്പർമാർക്കും, മാധ്യമ പ്രവർത്തകർക്കും, ഈ ഹാൾ അനുവദിച്ചു തന്ന ഇതിന്റെ ഓണർക്കും അതിന്റെ ജീവനക്കാർക്കും, അതുപോലെ പരിപാടി ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും, ബാക്കി എല്ലാവർക്കും, ആരെയും വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല, എല്ലാവരും പെട്ടെന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ, തവ ശുഭ നാമേ ജാഹേ, തവ ശുഭ ആശിഷ മാഹേ.
മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പൊസിഷനിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ച് അത് പൊതുജനങ്ങളിലും നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ള, അതായത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും കോണ്ടാക്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും സ്റ്റാറ്റസ് വെച്ച് അതിൽ ഏറ്റവും കൂടുതൽ ആള് കാണുന്ന സ്റ്റാറ്റസിന് ഒരു സമ്മാനം നിശ്ചയിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഏകദേശം 8:30 പറഞ്ഞത് ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിലുള്ള സ്റ്റാറ്റസുകൾ അയച്ചു തരണമെന്നായിരുന്നു. എന്നാലും ഏകദേശം നമ്മുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഉൾപ്പെടെ സ്റ്റാറ്റസ് വെച്ചിരുന്നെങ്കിലും ആ സ്റ്റാറ്റസ് അയച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ കൗണ്ട് എത്രയെന്ന് അറിയില്ല. വെറും 5 മെമ്പർ, 41 മെമ്പർമാരുള്ള നമ്മുടെ ഇന്നത്തെ ലയൺസ് ക്ലബിന്റെ ഗ്രൂപ്പിൽ 5 മെമ്പർമാർ മാത്രമാണ് അവര് വെച്ച സ്റ്റാറ്റസ് അയച്ചു തന്നത്. അതിൽ നിന്നും 1-2 സ്ഥാനക്കാരെ അയച്ചിട്ടില്ല. അതിൽ നിന്നും 1-2 സ്ഥാനക്കാരെ സമ്മാനം നൽകി ആദരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് ഇന്നല്ല, അടുത്ത ജനറൽ ബോഡിയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ